എവരിവൺ. ഒരു ഹോസ്പിറ്റൽ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ എക്സ്പേർട്ട് ഡോക്ടേഴ്സും നഴ്സസും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ്സും മാത്രം മതിയാവൂ? ഒരിക്കലുമില്ല. ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് വളരെ അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിലുള്ള വിവിധ തരം ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള കോർഡിനേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ബഡ്ജറ്റ് പ്ലാനിംഗ്, സ്റ്റാഫ് മാനേജ്മെന്റ്, എല്ലാത്തിനുമുപരി നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ, ഇവയെല്ലാം ഉറപ്പുവരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമാണ്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനുണ്ടാവുക? ഡിപ്പാർട്ട്മെന്റ്സിന്റെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യണം, ക്വാളിറ്റി എഷ്യൂർ ചെയ്യണം, പേഷ്യന്റ് കെയർ അത് നിർബന്ധമായിട്ടും പ്രോപ്പറായ രീതിയിലാണോ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. പലതരത്തിലുള്ള പോളിസീസ് ക്രിയേറ്റ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഡോക്ടേഴ്സിന്റെയും മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന്റെയും സർവീസസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ പബ്ലിക് റിലേഷൻസ്, ഇവയെല്ലാം നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സിന്റെ ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റലിലുള്ള ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ കരിയറാക്കി മാറ്റാം. സർട്ടിഫൈഡ് കോഴ്സസും PG ആൻഡ് ഡിപ്ലോമ ഇവയൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഇൻഫർമേഷനായി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.